കണ്ട കാഴ്ച അത്ര രസിച്ചില്ലെങ്കിലും ഇത് തന്റെ ബാലിശമായ കുശുമ്പിനുള്ള സമയമല്ലെന്ന് അവൾ മനസ്സിലാക്കി. തന്റെ പ്രണയഭാചനമെങ്കിലും അവൻ ആ കോളേജിലെ ഒരു അധ്യാപകനാണെന്നും ഏതൊരു വിദ്യാർത്ഥിക്കും അവനോട് സംസാരിക്കാനുള്ള അവകാശമുണ്ടെന്നും അവൾക്കറിയാമായിരുന്നു. തൽക്കാലം ആദിത്യനെ സംശയത്തിന്റെ നിഴലിൽ നിന്നും മാറ്റി നിർത്താൻ അവൾ തീരുമാനിച്ചു. കാരണം അവനെ ഒരുപാട് നേരം അവഗണിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. വൈകുന്നേരം അവൾ അഖിലയെ പറഞ്ഞുവിട്ട് ആദിത്യനു വേണ്ടി കാത്തുനിന്നു. സാധാരണ വരുന്ന സമയം കഴിഞ്ഞിട്ടും ആദിത്യനെ കണ്ടില്ല. അവന് മെസ്സേജ് അയക്കാൻ ഫോൺ എടുത്തതും അവന്റെ മെസ്സേജ് വന്നു. അഞ്ചു മണിയോളം കഴിഞ്ഞിട്ടാണ് ആദിത്യൻ വീട്ടിലെത്തിയത്. കോളിംഗ് ബെൽ അമർത്തി അവൻ വാതിലിന് മുമ്പിലായി നിന്നു. വാതിൽ തുറന്നപ്പോഴുള്ള കാഴ്ച അവന്റെ കണ്ണുകളെ ആശ്ചര്യപ്പെടുത്തി. കുളി കഴിഞ്ഞ് അല്പം നനവുള്ള മുടി അഴിച്ചിട്ട് ഓറഞ്ചും കരിമ്പച്ചയും നിറമുള്ള പട്ടുപാവാടയിട്ട് നെറ്റിയിൽ ഒരു കുഞ്ഞി കറുത്ത വട്ടപ്പൊട്ടും മേലെ ചന്ദനവും കാതിൽ കല്ലുകൾ പതിച്ച ഒരു ജിമിക്കിയും ഒഴിഞ്ഞ കഴുത്തുമായി ദക്ഷ വാതിൽ തുറന്നു. ആദിത്യൻ കട്ടിളയിൽ ചാരി നിന്ന് അവളെ കണ്ണെടുക്കാതെ അടിമുടി നോക്കി. കൊള്ളാവോ? നിനക്ക് ഡെയിലി ഇങ്ങനെ കോളേജിൽ വന്നൂടെ? എന്തിന്? കോളേജ് അടിച്ചു വരാനോ? അല്ലെങ്കിൽ വേണ്ട. ഇത് കണ്ട അവിടെ ഉള്ളവന്മാർക്ക് ഹാലിളകി നിന്റെ പുറകെ വന്നാലോ? അതിനിപ്പ ആരും വരുന്നില്ലെന്ന് മാഷിനോട് ആരാ പറഞ്ഞേ? ആര്? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ദക്ഷ കുറുകി ചിരിച്ച് അകത്തേക്ക് നടന്നു. മുടിയിൽ നിന്ന് നനവ് അവളുടെ ബ്ലൗസിലും പാവാടയുടെ മേൽഭാഗത്തും പടർന്നിരുന്നു. ആദിത്യൻ ബാഗ് കഴുത്തിൽ നിന്നൂരി സോഫയിലേക്ക് എറിഞ്ഞു. കസേരയിൽ വിരിച്ചിട്ട തോർത്തെടുത്ത് മുന്നിൽ നടന്നു പോകുന്ന ദക്ഷയുടെ വലതു കൈത്തണ്ടയിൽ പിടിച്ച് അവന്റെ ദേഹത്തോടടിപ്പിച്ചു. നിനക്ക് മുടി തോർത്താൻ അറിയില്ലല്ലേ? ഇല്ല, ഹീറ്റർ എടുക്കാൻ മറന്നുപോയി. ഞാനുള്ളപ്പോ എന്തിനാ മാഡം ഹീറ്റർ? അവൻ അവളുടെ മുടി തോർത്തി കൊടുത്തു. അവൾ മുന്നിലെ വലിയ കണ്ണാടിയിൽ അവൻ അവളുടെ മുടി തോർത്തുന്നത് കണ്ടു. അവൻ മെല്ലെ അവളുടെ മുടിയിലോട്ട് മുഖം അടുപ്പിച്ചു. ഷാമ്പു ഇട്ടിട്ടുണ്ടല്ലേ? അതിന് മറുപടി ഒന്നും കിട്ടുന്നില്ല. ആദിത്യൻ മുന്നിലോട്ട് നോക്കി. അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദിത്യൻ അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിന് മുന്നിലൂടെ വട്ടം പിടിച്ചു. ശേഷം അവന്റെ മുഖം അവളുടെ വലതു തോളിൽ ചേർത്ത് വെച്ചു. ദക്ഷ അവളുടെ 32 പല്ലും കാട്ടി ചിരിച്ചു. അവൻ അവളുടെ അരക്കെട്ടിലെ പിടിമുറുക്കി. അവൾ വലിയ ശബ്ദത്തിൽ ശ്വാസമെടുത്തു. എന്തായിരുന്നു ഇന്ന് കോളേജില്? എന്താ പ്രശ്നം? ആ ചോദ്യം അവളുടെ മുഖത്തെ ചിരിയെ അപ്രത്യക്ഷമാക്കി. അവൻ അവളെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്തി. ദക്ഷ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്താണോ? ഞാൻ പറഞ്ഞ എനിക്ക് ആദ്യം വിശ്വാസമില്ലാഞ്ഞിട്ടാണെന്ന് കരുതരുത്. അപ്പൊ കാര്യം സീരിയസ് ആണല്ലോ. ഞാൻ ഇന്ന് മെറിനോട് സംസാരിച്ചതാണോ? അയ്യേ, അതൊന്നുമല്ല. പിന്നെ എന്തുവാ എന്റെ കൊച്ചിനെ വിഷമിപ്പിച്ചേ? ആദി, ഞാൻ അഖിലയോട് നമ്മുടെ കാര്യം പറഞ്ഞു. അത്രേ ഉള്ളോ? അവളെന്ത് പറഞ്ഞു? തനിക്ക് നാട്ടിലെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ? എന്തോന്ന്? അവൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞതാ. നിനക്കെന്താ അപ്പൊ എന്നെ സംശയമായോ? ഇതാ ഞാൻ ആദ്യ പറഞ്ഞ. ശരി, പക്ഷെ നിന്നെ ഞാൻ എങ്ങനെയാ വിശ്വസിപ്പിക്കുക? ആദ്യ വിട്. ഞാൻ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞേ? അല്ല, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. എന്ത് ചെയ്യാൻ പോവാ? നിക്ക്. ആരെയാ വിളിക്കുന്നേ? അമ്മേ. അയ്യോ, എന്തിന്? നിക്ക് നിക്ക്. ഹായ് അമ്മ. ഇന്നെന്താ വിളി വരാത്തേന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മീറ്റിംഗ് ഉണ്ടായിരുന്നമ്മ കോളേജ് കഴിഞ്ഞപ്പോ. ചായ കുടിച്ചോ? ഇല്ല, ഞാൻ ഒരാളെ കാണിച്ചു തരാൻ വിളിച്ചതാ. അയ്യോ വേണ്ട. ഇതാരാന്ന് മനസ്സിലായോ? ദക്ഷയാണോടാ? ഹാ. ശരിക്കും കാണിക്കടാ, ഞാൻ കാണട്ടെ നിന്റെ തപസ്സിളക്കിയ രംബേ. ഏയ്, മോൾക്ക് സുഖാണോ? ആന്റി. ആന്റിയോ? അവൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടെ, നിനക്കെന്താ? ഓ. ഇവൻ നന്നായി പഠിപ്പിക്കുന്നുണ്ടോ മോളെ? ആ, അവിടെ വന്നപ്പോ തൊട്ട് നിന്റെ കാര്യം പറയും. എന്നാലും മോൾക്ക് ഇവനെ കിട്ടിയുള്ളൂ പ്രേമിക്കാൻ? അതപ്പോ പറഞ്ഞു. ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ചമ്മലൊന്നും വേണ്ട, ഇവൻ എന്നോട് എല്ലാം പറയും. അല്ല, നീ വീട്ടിലല്ലേ? ആ അതെ, ദക്ഷ അമ്പലത്തിൽ പോയതാ. അപ്പൊ അമ്മേനെ പരിചയപ്പെടുത്താലോ കരുതി. ആണോ? അമ്മേനോട് എല്ലാം പറയുമല്ലേ? ഇവൻ പണ്ടേ അങ്ങനെ. എന്നാ ശരിയമ്മ. നിക്ക് മോളെ, എല്ലാം ഓക്കെ, പക്ഷെ പഠിത്തം ഉഴപ്പരുത് കേട്ടോ. ഇല്ല, ഇല്ലെങ്കിലേ എല്ലാരും പറയും. പോരാത്തേന് ഇവൻ നിന്റെ സാറ് കൂടല്ലേ. ആ, എനിക്കറിയാം. എന്നാ ശരി മാതാശ്രീ, ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കട്ടെ. ആ, ഇരുട്ടി തുടങ്ങി. ശരി മോളെ, നന്നായി പഠിക്കേ. അമ്മ നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പിന്നല്ലാതെ.
എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രല്ലേ ഉള്ളൂ. എന്തേ ആ ചിരി മാഞ്ഞേ? ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും നീ ഉണ്ടല്ലോ. ബാഗില് ഷവർമ ഉണ്ട്, ഞാൻ കുളിച്ചിട്ട് വരാം. ആദിത്യൻ തോർത്ത് ചേറിൽ തന്നെ വിരിച്ചിട്ട് റൂമിലേക്ക് പോയി. ദക്ഷ ബാഗിൽ നിന്ന് ഷവർമ എടുത്ത് കിച്ചണിലേക്ക് പോയി. ഏലക്ക ഇട്ട് 2 കപ്പ് പാൽച്ചായ ഇട്ടു. ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് ആദിത്യൻ കുളി കഴിഞ്ഞെത്തി. ബാത്ത് ടവൽ കൊണ്ട് മുടി തോർത്തി അവൻ ദക്ഷയുടെ അടുത്ത് ചെന്ന് തല കുടഞ്ഞു. അവന്റെ മുടിയിൽ നിന്ന് തെറിച്ച ജലകണങ്ങൾ അവളുടെ മുഖത്ത് കോലമിട്ടു. അവൾ ചിരിച്ചുകൊണ്ട് അത് അവളുടെ കൈകൊണ്ട് തുടച്ചു കളഞ്ഞു. ആദിത്യൻ അവളുടെ ചെവിക്ക് അടുത്ത് വരെ കുനിഞ്ഞു. അവളുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലിച്ചുപോയി. അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൻ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് സ്ലാബിന് മുകളിൽ വെച്ച ചായക്കപ്പ് എടുത്തു. നിന്റെ സംശയമൊക്കെ മാറിയോ? ഓ ആദി, ഞാനേ 2 രജിസ്റ്റർ എഴുതാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും എന്തേലും കറി ഉണ്ടാക്കാം. നീ പോയി പഠിച്ചോ. ഞാനിപ്പോ ഒന്നും പഠിക്കില്ല. ടൈം ടേബിൾ വന്നിട്ടേ പഠിക്കും. മിടിക്ക്. സപ്ലി എങ്ങാനും നീ മേടിക്ക്. നിർബന്ധാണെ മേടിക്കാം. വേണ്ട, ഞാൻ പോയി രജിസ്റ്റർ എഴുതട്ടെ. ഓക്കെ. അതേ, കോളേജിൽ ആരാ നിന്റെ പുറകെ നടക്കുന്നെ? അറിഞ്ഞിട്ടെന്തിനാ? ചുമ്മാ പരിചയപ്പെടാലോ. അത് വേണ്ട. എന്റെ പൊന്നുമോൻ പോയി രജിസ്റ്റർ കംപ്ലീറ്റ് ആക്ക. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിക്കോളാം. വേണ്ട, നാളെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ നിന്നെ പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറയും. അതൊരു പാവാ. ആയിക്കോട്ടെ, നീ പോയി TV കാണുവോ ഫോണിൽ കളിക്കോ ചെയ്. അയ്യവ, മാഷുമാരായ ഇങ്ങനെ വേണം. പക്ഷെ നിന്നോട് മാത്രമേ ഇത് പറയൂ. ദാറ്റ്സ് മൈ ബോയ്. ആദിത്യൻ ചായക്കപ്പ് കഴുകി കമിഴ്ത്തി വെച്ചു. ശേഷം അവളുടെ തലയിലൊന്ന് തടവിയിട്ട് അവന്റെ റൂമിലേക്ക് പോയി. ദക്ഷ അവളുടെ കപ്പും ചായപാത്രവും കഴുകി അവളുടെ റൂമിലേക്കും പോയി. യാതൊരു നിബന്ധനകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ അവരുടെ മാത്രം ലോകത്തെങ്കിലും ഇരുവരും പരിധി വിട്ട് പെരുമാറിയില്ല. ഒന്നിച്ച് പാകം ചെയ്തു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, വേറിട്ടുറങ്ങി. പിറ്റേ ദിവസം ദക്ഷ 7 മണിക്ക് തന്നെ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആദിത്യനെ സഹായിച്ചു. രണ്ടാളും സമയത്തിന് തന്നെ ഒരുങ്ങി. ആദിത്യൻ ബാഗ് എടുത്ത് ദക്ഷയുടെ റൂമിലേക്ക് പോയി. അവൾ ചന്ദനം വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിൽ തൊടുകയായിരുന്നു. ആദിത്യൻ വരുന്നത് കണ്ട് അവൾ ബാക്കി അവന്റെ നെറ്റിയിലും ചാർത്തി. ആദിത്യൻ ടേബിളിൽ ചന്ദനത്തോടൊപ്പം ഇരുന്ന കുങ്കുമത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് ദക്ഷയുടെ നിറകയിൽ തൊട്ടു. അവനത് തമാശയ്ക്ക് ചെയ്തതെങ്കിലും അവൾ പേരറിയാത്ത അനുഭൂതിയുടെ കൊടുമുടിയിൽ ചെന്നു നിന്നു. സോറി, തുടച്ചു കളഞ്ഞേക്ക്. മനസ്സില്ലാ മനസ്സോടെ ദക്ഷ അത് നീക്കം ചെയ്തു. ഇരുവരും വാതിൽ പൂട്ടിയിറങ്ങി. കോളേജിനടുത്തെ ബസ് സ്റ്റോപ്പിന് കുറച്ച് പിറകിലായി ആദിത്യൻ ദക്ഷയെ ഇറക്കി. അവൾ നടന്ന് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ അഖില അവൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തേ, കെട്ടിയൻ പകുതി വഴിക്ക് ഇറക്കി വിട്ടോ? ചെറുതായിട്ട്. എന്തൊരു കഷ്ടപ്പാടാണെന്ന് നോക്കണേ. ഞാൻ അതങ്ങ് സഹിച്ചു. ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു? ആദിന്റെ അമ്മേനെ വീഡിയോ കോളിലൂടെ കണ്ടു. ഓ, അവിടെ വരെ ആയോ കാര്യങ്ങള്? അയ്യടാ, അല്ല നിന്റെ വീട്ടിലിത് സമ്മതിക്കോ? ആ, എനിക്കറിയില്ല. അപ്പോ വരുന്നിടത്ത് വെച്ച് കാണാടോ. സമ്മതിക്കണം നിന്നെ. ഫസ്റ്റ് പീരീഡ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു. ആദിത്യൻ 10 മിനിറ്റ് ലേറ്റായാണ് ക്ലാസ്സിൽ കയറിയത്. ക്ലാസ്സിലേക്ക് കയറിയ ആദിത്യന്റെ മുഖത്ത് നോക്കി ദക്ഷ വലതു പിരികം ഉയർത്തി കാണിച്ചു. അവൻ ഒരു കണ്ണിറക്കി കാണിച്ചു. അഖില ഇരുവരെയും പുച്ഛഭാവത്തിൽ നോക്കി. കുറച്ചുകൂടെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ദക്ഷയുടെ പാരന്റ്സ് നാട്ടിൽ നിന്നും ഉടൻ മടങ്ങിയെത്തും. അവൾ അമ്മയെ വിളിച്ച് തറവാട്ടിലെ ഷെൽഫിലുള്ള മുഴുവൻ പുസ്തകങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു. ലക്ഷ്യം തമ്പുരാൻ എന്ന പുസ്തകം ആദിത്യന് വായിക്കാൻ കൊടുക്കാനാണ്. എന്നിട്ട് വേണം അവൾക്ക് പറ്റിയ ആന മണ്ടത്തരത്തെയും ഫസ്റ്റ് ഡേ അവനെ കണ്ടപ്പോൾ ജീവനം കൊണ്ട് ഓടിയതിന്റെയും കഥ പറയാൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആദിത്യൻ ദക്ഷയെ ഒരു പൈതൽ എന്നോണം സംരക്ഷിച്ചു. അവരുടെ പ്രണയം അവളുടെ പഠിത്തത്തെ മോശമായി ബാധിക്കാതെ അവൻ ശ്രദ്ധിച്ചു. ഇനി ഒരു രാത്രി കൂടിയാണ് അവർക്ക് മുൻപിലുള്ളത്. നാളെ ദക്ഷ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകും. അവൻ തനിച്ചാവും. ദക്ഷ അവളുടെ തുണികൾ പാക്ക് ചെയ്യുകയാണ്. ഞാൻ സഹായിക്കണോ? വേണ്ട, ഇത് കഴിഞ്ഞു. എന്താണ് മാഷേ മുഖത്തൊരു വാട്ടം? നിന്റെ തന്തപ്പിടിനോട് കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് എഴുന്നള്ളിയാ മതി പറ. നമുക്ക് ഇനിയും കാണാലോ. പറ്റിയ സ്ഥലവും കോളേജ്. ഷെടാ, അവര് വരുന്നവരെ നിന്നാ മതി പറഞ്ഞിട്ട്. പറഞ്ഞു വിടാൻ തോന്നുന്നില്ല, സത്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ നീ നാളെ പോകുമല്ലേ, ഇന്നുകൂടല്ലേ ഇവിടെ കാണും, അതുകൊണ്ട് ചോദിക്കാം. സത്യമായിട്ടും വേറെ ഒന്നും. ഞാൻ ഇന്ന് ആദിയുടെ കൂടെ കിടന്നോട്ടെ? ഇതല്ലേ ചോദിക്കാമെന്നത്?
ദക്ഷ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആദിത്യന് നേരെ കുനിഞ്ഞു. അവന്റെ ഇരു കവിളുകളും അവളുടെ കൈകളിൽ കോരി അവന്റെ നെറുകയിൽ മുത്തമിട്ടു. അവന്റെ മുഖത്ത് അതിമനോഹരമായ ഒരു ചിരി പടർന്നു. രാത്രി അത്താഴം കഴിഞ്ഞ് ദക്ഷ ഒരു കുളി പാസാക്കി. മുടി തോർത്താനുള്ള ടവലുമായി അവൾ ആദിത്യന്റെ മുറിയിലേക്ക് പോയി. അവൻ കാലിന്മേൽ കാലും വെച്ച് കട്ടിലിൽ ഫോൺ നോക്കി കിടക്കുകയായിരുന്നു. എന്നാ പിടിപിടി, അവൾ ടവൽ അവന് നേരെ എറിഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ദക്ഷയുടെ പിന്നിലായി നിന്ന് ടവൽ കൊണ്ട് അവളുടെ തല തോർത്തുന്നതിനിടയിൽ അവൻ ചോദിച്ചു, നാളെ തൊട്ട് ആരേതൊക്കെ ചെയ്തു തരിക? ആ ചോദ്യം അവളുടെ ചങ്കിനെ കീറി മുറിച്ചു. അവളുടെ നിശബ്ദതയെ കണക്കിലെടുത്ത് അവൻ അവളെ അവന് നേരെ തിരിച്ചു നിർത്തി. എന്താടോ? അതിനുത്തരം പൊടുന്നനെ ഉള്ള ഒരു കെട്ടിപ്പിടുത്തമായിരുന്നു. ആദിത്യൻ അവന്റെ മാറി അമർന്ന തന്റെ പ്രാണനെ ആലിംഗനം ചെയ്തു. ദക്ഷയുടെ കണ്ണുകൾ ആദിത്യന്റെ ടീഷർട്ടിൽ നനവ് പടർത്തി. അവൻ അവളുടെ പിടി വിടുവിക്കാതെ തന്നെ അവളുടെ മുഖമുയർത്തി. കരയില പൊന്ന, നീ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും കാണാലോ. പറഞ്ഞ നേരെ നിക്ക്, ബാക്കി കൂടെ തോർത്തട്ടെ. ആദിത്യൻ അവളുടെ തല നന്നായി തോർത്തി ടവൽ വിരിച്ചിട്ടു. ആദിത്യന് മുൻപേ അവൾ ബെഡിൽ സ്ഥാനം പിടിച്ചു. അവൻ അവന്റെ ടീഷർട്ട് ഊരി. ഇത് കണ്ട് ദക്ഷയുടെ വായ ചെറുതായി ഒന്ന് തുറന്നു. പേടിക്കണ്ട, എനിക്കിറങ്ങുമ്പോ ഷർട്ട് ഇടുന്ന ശീലമില്ല, ഉറങ്ങാൻ പറ്റില്ല. ഓ. ആദിത്യൻ വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി കട്ടിലിൽ കയറിയിരുന്നു. ബെഡിന്റെ അടിഭാഗത്ത് മടക്കി വെച്ച പുതപ്പ് നിവർത്തി അവളെ പുതപ്പിച്ചതിനു ശേഷം അവനും കിടന്നു. പുറത്തെ ബൾബിന്റെ വെളിച്ചം ആ മുറിയിൽ ചെറിയ രീതിയിൽ പ്രകാശം നൽകി. ഇരുവരും മുഖാമുഖം നോക്കി ചരിഞ്ഞു കിടന്നു. ഒരുപാട് നേരം കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ദക്ഷയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ അത് തുടച്ചു കളഞ്ഞു. ആദിത്യൻ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവളുടെ അരക്കെട്ടിൽ വരിഞ്ഞു മുറുക്കി പിടിച്ച് അവളെ അവന്റെ അടുത്തേക്ക് വലിച്ചു കിടത്തി. ഇടതു കൈയിൽ തലയും വെച്ച് വലതു കൈ കൊണ്ട് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ച് അവന്റെ മുഖം അവളുടെ പിൻകഴുത്തിലും പൂഴ്ത്തി ആദിത്യൻ കണ്ണുകൾ അടച്ചു. തന്റെ പിൻകഴുത്തിൽ സെക്കൻഡുകൾ ഇടവേളകളിൽ പതിയുന്ന ആദിത്യന്റെ ചുടിശ്വാസം അവളുടെ അടിവയറിനെ കുത്തിപ്പറിച്ചു. അവൾ കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ചു. അവളുടെ വയറിനും മാറിനും ഇടയിൽ കൈവച്ച് കിടന്ന ആദിത്യന് അവളുടെ ദയനീയാവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ കൈയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ദക്ഷ അവന്റെ കൈ മുറുക്കി അവളുടെ വയറിനോട് തന്നെ ചേർത്ത് വെച്ചു. അവളുടെ പ്രവൃത്തിയുടെ ആഹ്ലാദ പ്രകടനം എന്നോണം അവൻ തലയുയർത്തി അവളുടെ കഴുത്തിന് വലതുവശത്ത് ചുംബിച്ചു. അവൾ പൂച്ച കണക്കെ ചുരുണ്ടുകൂടി. ആദിത്യൻ അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് കിടന്നു. ഒരു വശം തന്നെ കിടന്ന് തളർന്നതിനാൽ ദക്ഷ ആദിത്യന് നേരെ തിരിഞ്ഞു കിടന്നു. അവൻ അവന്റെ ഇടത് കൈ അവൾക്കായി തുറന്നിട്ടു. അവൾ ആ ക്ഷണം നിരസിച്ച് അവന്റെ നെഞ്ചിൽ മുഖം വെച്ച് കിടന്നു. അവളുടെ ഇടത് കൈ അവന്റെ അരക്കെട്ടിലും സ്ഥാപിച്ചു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ ഇടതു കൈ കൊണ്ട് അവളെ വട്ടം പിടിച്ച് വലതു കൈ മടക്കി തലയ്ക്കടിയിലും വെച്ചു. അവന്റെ നെഞ്ചിന്റെ മിടിപ്പ് അവൾക്ക് താരാട്ടായിരുന്നു. അവൾ അത് കേട്ട് മയങ്ങി. ആദിത്യൻ മുഴുവൻ ലോകവും തന്റെ ഇടതു കൈയിൽ വരിഞ്ഞു മുറക്കിയ സന്തോഷത്തിലായിരുന്നു. ഇരുവരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രാത്രിയെ നിദ്ര കൊണ്ട് പുലുകി. റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോയ ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടാണ് പിറ്റേന്ന് ആദിത്യൻ കണ്ണു തുറന്നത്. ദക്ഷ അപ്പോഴും അവന്റെ നെഞ്ചിലുണ്ടായിരുന്നു. അവൻ അവളുടെ അലസമായ മുടിയിഴകളെ ഒതുക്കി വെച്ചു. അവളെ ഉണർത്താതെ അവളുടെ തല തലയണയിൽ വെച്ച് അവൻ മുറി വിട്ടുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് ദക്ഷ ഉറക്കമുണർന്നു. ആദിത്യൻ കിടന്ന ഇടം ശൂന്യമായിരുന്നു. അവൾ മുടി നെറുകയിൽ ചുറ്റി കെട്ടിവെച്ചു. ശേഷം അടുക്കളയിൽ ചെന്നു. ആദിത്യൻ കുളി കഴിഞ്ഞ് പാൻസ് മാത്രം ധരിച്ച് നനവുള്ള ടവൽ തോളത്ത് നീളത്തിൽ വിരിച്ചിട്ട് പ്രാതലുണ്ടാക്കുന്ന തിരക്കിലാണ്. ദക്ഷ അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പോയി പല്ല് തേച്ച് കുളിച്ചിട്ട് വാ. അവൾ ആദിത്യൻ പറഞ്ഞ പോലെ കുളിക്കാൻ പോയി. ഇന്ന് അവൾ കൊണ്ടുവന്നതിലെ ഏറ്റവും മനോഹരമായ വസ്ത്രമാണ് ധരിച്ചത്. ഒരു അനാർക്കലി. അതിന് മാച്ചായ കമ്മലും മാലയും വളകളും എല്ലാം ധരിച്ച് മുടി മനോഹരമായി ചീകി അഴിച്ചിട്ടു. അവളുടെ ഓരോ നടത്തത്തിലും മുന്നോട്ട് ചാടിയിരിക്കുന്ന മുടികൾ കാറ്റിൽ പറന്നു. അവളുടെ വരവ് കണ്ട് പ്രാതൽ കഴിക്കാതെ തന്നെ ആദിത്യന്റെ വിശപ്പ് മാറി. അവൾ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന മട്ടിൽ ഊരയ്ക്ക് കൈ കൊടുത്തു നിന്നു. ആദിത്യൻ അതിന് മറുപടി നൽകിയത് അവളെ വലിച്ചവന്റെ നെഞ്ചിലേക്ക് അമർത്തി അവളുടെ ചുണ്ടുകളെ കടന്ന് ആക്രമിച്ചാണ്. ഇത്തവണ ദക്ഷയും അവനെ തിരിച്ചു ചുംബിച്ചു. അത് അവന്റെ ആവേശം കൂട്ടി. അവൻ അവളെ കിച്ചൺ സ്ലാബിലേക്ക് എടുത്തുയർത്തിയിരുത്തി അവളുടെ കാലുകൾക്കിടയിലേക്ക് കയറി നിന്നു. അവൻ ചുംബനം കൂടുതൽ ആഴത്തിലാക്കുമ്പോൾ അവളുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിയതായി അവൾക്ക് തോന്നി. അവന്റെ നാവ് അവളുടെ വായിലേക്ക് തുളച്ചു കയറി. അത് അവളെ ശ്വാസം മുട്ടിച്ചു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ചുറ്റി നടന്നു. അവളുടെ അരക്കെട്ടിന്റെ വളവുകൾ, അവളുടെ ഇടുപ്പിന്റെ വീർപ്പ് എന്നിവ പിന്തുടർന്നു. അവർ രണ്ടുപേരും ഒഴികെ മറ്റൊന്നും അവർക്ക് പ്രാധാന്യം അർഹിക്കുന്നതായി തോന്നിയില്ല. ഒടുവിൽ അവർ വായു ശ്വസിക്കാൻ വേണ്ടി വേർപിരിഞ്ഞു.
അവൻ അവന്റെ നെറ്റി അവളുടെ നെറ്റിയോട് ചേർത്ത് വെച്ചു. അവളുടെ വയറിന്റെ ഇരുവശത്തും കൈകൾ അമർത്തി. ഇരുവരുടെയും കിതപ്പ് അന്യോന്യം അവരുടെ മുഖത്തടിച്ചു. ഒടുവിൽ അവൻ അവളുടെ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ച് അവളെ സ്ലാബിൽ നിന്നും താഴെ ഇറക്കി. അല്പം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുവരും കോളേജിലേക്ക് ഇറങ്ങി. ദക്ഷയുടെ ബാഗുകൾ പിൻസീറ്റിൽ വെച്ചു. ഇന്ന് ആദിത്യൻ വളരെ പതുക്കെയാണ് കാർ ഓടിച്ചത്. അവൻ ഈ നിമിഷം ഒരിക്കലും കഴിഞ്ഞു പോകരുത് എന്ന് ആഗ്രഹിച്ചു. ദക്ഷ അത് ശ്രദ്ധിച്ചു. അവൾ വിഷയം മാറ്റാൻ എന്നോണം അവനോട് പറഞ്ഞു, നാളെ ഞാൻ തമ്പുരാൻ കൊണ്ടു തരാട്ടോ. എന്നിട്ട് വേറൊരു കഥ പറയാനുണ്ട്. എന്ത് കഥ? അതൊക്കെയുണ്ട്. ആദ്യം ആ ബുക്ക് വായിച്ചു തീർക്ക്. ഒരു നൈറ്റ് കൊണ്ട് വായിക്കാനാവുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ. സാധാരണ ദക്ഷയെ ഇറക്കി വിടുന്ന സ്ഥലത്ത് ഇന്ന് ആദിത്യൻ വണ്ടി നിർത്തിയില്ല. ഇതെങ്ങോട്ടാ പോണേ? കോളേജിലോട്ട് തന്നെ. ഗേറ്റിനടുത്ത് അഖിലയെ കണ്ട് ആദിത്യൻ വണ്ടി നിർത്തിക്കൊടുത്തു. ദക്ഷ അവിടെ ഇറങ്ങി. മിക്ക കുട്ടികളും അത് കണ്ടിരുന്നു. പക്ഷെ കോളേജിൽ വണ്ടിയുള്ള ടീച്ചേഴ്സ് വരുന്ന വഴിയിൽ കുട്ടികളെ കണ്ടാൽ ലിഫ്റ്റ് കൊടുക്കുന്നത് അവിടെ ഒരു പതിവായിരുന്നു. രണ്ടിന്റെയും പേടിയൊക്കെ പോയോ? ആദ്യം ഞാനിന്ന് പോന്ന സങ്കടത്തിലാ. പിന്നെ നീ ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഗൾഫിൽ പോവല്ലേ? പോടി. ഇന്ന് ക്ലാസ് എടുക്കാൻ ആദിത്യന് യാതൊരു ഉഷാറും ഉണ്ടായില്ല. അവൻ കുട്ടികൾക്ക് സ്വയം വായിക്കാൻ സമയം കൊടുത്ത് കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് ഫോൺ എടുത്തു. ആദിത്യന് എന്ത് പറ്റി എന്നറിയാതെ ദക്ഷ അവനെ തന്നെ നോക്കി നിന്നു. പക്ഷെ അവൻ ദക്ഷയെ നോക്കിയതേയില്ല. 10 മിനിറ്റിന് ശേഷം അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലടി. എനിക്കിപ്പോഴേ നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങി. നിനക്ക് ഇന്ന് തന്നെ പോണോ? എന്നായാലും തിരിച്ചു പോണല്ലോ അല്ലേ? എന്നാ നമുക്ക് കല്യാണം കഴിച്ചാലോ? ഐ ജസ്റ്റ് ക്യാൻ ലിവ് വിത്തൗട്ട് യു. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ എന്താന്നറിയില്ല. കുറെ നേരം ഈ ഫോണും കൊണ്ടിരിക്കുന്നു. നീ വൈകിട്ട് ലാസ്റ്റ് പോയാൽ മതി. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ അത് ഇങ്ങനെ പിള്ളേരെ പോലെ? യുദ്ധത്തിലും പ്രണയത്തിലും നിബന്ധനകളൊന്നുമില്ല. നമ്മുടെ വഴി നമ്മൾ കണ്ടെത്തും. വൈകിട്ട് കാണാം. ഐ ലവ് യു. വൈകുന്നേരം അവൻ ഇരുവരും അക്ഷമയോടെ കാത്തിരുന്നു. വൈകിട്ട് കോളേജ് കഴിഞ്ഞ് ദക്ഷയും അഖിലയും ഒരുപാട് നേരം ബാത്റൂം ഏരിയയിൽ ചെലവഴിച്ചു. ശേഷം ആദിത്യന്റെ കാറിന് സമീപത്തേക്ക് നടന്നു. അല്പനേരം കഴിഞ്ഞ് ആദിത്യൻ കാറിനടുത്തേക്ക് അതിവേഗത്തിൽ നടന്നു വന്ന് കാർ അൺലോക്ക് ചെയ്തു. ആദിത്യൻ ക്രമരഹിതമായ ഹൃദയമിടിപ്പോടെ ദക്ഷയെ ഉറ്റുനോക്കി. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ അവളെ തന്റെ മാറോട് ചേർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളുടെ കവിളുകളെ അവന്റെ കൈകളിൽ താഴി. അവസാനമില്ലാത്ത ആകാശം കണക്കെ അവൻ അവളെ ചുംബിച്ചു. 1-2 ടീച്ചേഴ്സ് പടിയിറങ്ങി വരുന്നത് കണ്ട് അഖില ചില്ലിൽ 3 തവണ തട്ടി. മനസ്സിലാ മനസ്സോടെ ആദിത്യൻ ദക്ഷയുടെ അതിരങ്ങൾക്ക് മോചനം നൽകി. അവൾ ഡോർ തുറന്ന് അതിവേഗത്തിൽ അഖിലയ്ക്കൊപ്പം നടന്നു. ആദിത്യൻ സാവധാനത്തിൽ ബാക്ക് സീറ്റിൽ നിന്നിറങ്ങി. ദക്ഷയും അഖിലയും ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നു. ആദിത്യൻ അവരുടെ മുമ്പിൽ കാർ നിർത്തിയിറങ്ങി ബാക്ക് സീറ്റിൽ നിന്നും ദക്ഷയുടെ ബാഗ് എടുത്ത് പുറത്തു വെച്ചു. പിന്നാലെ മറ്റു ടീച്ചേഴ്സ് വരുന്നതിന് ഫ്രീ ആയിട്ട് മെസ്സേജ് ചെയ് എന്ന് മാത്രം പറഞ്ഞ് ആദിത്യൻ കാർ എടുത്തു പോയി. ദക്ഷയും അഖിലയും എക്സ്ട്രാ ബാഗ് ഉള്ളതിനാൽ ഒരു ഓട്ടോ പിടിച്ച് യാത്ര തിരിച്ചു. അഖിലയെ ജംഗ്ഷനിൽ ഇറക്കി വിട്ട് ദക്ഷ വീട്ടിൽ പോയി. അവളുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നു. അവർ അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ചും മറ്റും അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അച്ഛമ്മയുടെ പുസ്തകങ്ങൾ കെട്ടിപ്പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. പുസ്തകങ്ങൾക്കിടയിൽ തമ്പുരാനുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ അവ എടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. വീട്ടിൽ തിരിച്ചെത്തിയ ആദിത്യന് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. അവൻ ദക്ഷയുടെ മുറിയിലേക്ക് പോയി. ആ മുറിക്ക് ഇപ്പോഴും അവളുടെ ഗന്ധമാണ്. അലമാരയിലെ കണ്ണാടിയിൽ 3-4 കറുത്ത പൊട്ടുകൾ അവൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ അവളുടെ കട്ടിലിൽ കിടന്നു. അവൾ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളിലെ എല്ലാ മനോഹര ദൃശ്യങ്ങളും അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. എപ്പോഴോ അവൻ മയങ്ങിപ്പോയി. ദക്ഷയ്ക്ക് ഉറക്കം വരുന്നില്ല. അവളുടെ 10,000 വില വരുന്ന കിടക്കയ്ക്ക് ആദിത്യന്റെ മാറോളം ചൂട് പകരാൻ കഴിഞ്ഞില്ല. ആദിത്യന് മെസ്സേജ് അയച്ചെങ്കിലും മറുപടി ഒന്നും കാണാത്തതിനാൽ അവൻ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് അവൾ കരുതി. സമയം കളയാൻ ഒരു തവണ കൂടെ ആ പുസ്തകം വായിക്കാൻ അവൾ തീരുമാനിച്ചു. ടേബിൾ ലാമ്പ് ഓണാക്കി അവൾ ആ പുസ്തകം എടുത്തു. അതിന്റെ പുറം ചട്ടയിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് കൈവിരലുകൾ തലോടി. നാളെ ഇത് ആദിത്യന് കൈമാറുന്നതിനുള്ള ആകാംക്ഷയിലായിരുന്നു അവൾ. അവൾ താളുകൾ മറിച്ചു. ആദ്യ പേജുകൾ ശൂന്യം. അവളുടെ പിരികം ആശങ്കയിൽ ഉയർന്നു. അവൾ അതിവേഗം ഓരോ പേജും മറിച്ചു നോക്കി. ഇല്ല, ഒന്നുമില്ല, ഒരു വരി പോലുമില്ല. ആ പുസ്തകത്തിനകം മുഴുവൻ ശൂന്യമാണ്, തീർത്തും ശൂന്യം.